ഞാൻ മുല്ലത്തടം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഗോപാൽപുരം. ഇത് പണ്ട് നടന്നതാണ്. ഒരു അവധിക്കാലം, ചുട്ടുപൊള്ളുന്ന വേനൽ. സ്കൂൾ വിട്ട് വന്ന മോനും മോളും ബാഗൊക്കെ ഒറ്റയേറ എന്നിട്ട് പറഞ്ഞു, പപ്പ സ്കൂളിന് അവധിയായി, നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകണം. ഒരു മാസം ഏറ്റവും കുറഞ്ഞത്, വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ പപ്പ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അടുക്കളയിൽ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഭാര്യയെ ഓടി വന്നു. ശരിയാ പിള്ളേർ പറയുന്നത്, നമുക്കെവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ? നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തോളൂ. ഓരോരുത്തരും പല പല പേരുകൾ സെലക്ട് ചെയ്തു. ഏറ്റവും അടുത്തായിട്ടുള്ളതും കാണാൻ സുന്ദരവുമായ നല്ല നല്ല സ്ഥലങ്ങൾ. കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി ഒന്ന് അവിടെ പോയി കുറച്ച് ദിവസം അടിച്ചു പൊളിച്ച് ജീവിക്കാം കുടുംബമായിട്ട് എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഓരോരുത്തരും പല പല പേരുകളും നിർദ്ദേശിച്ചു. ഞാൻ മാത്രം മിണ്ടാതിരുന്നപ്പം എൻ്റെ മോൻ എന്നോട് ചോദിച്ച്, പപ്പായ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? ഞാൻ പറഞ്ഞു, ഞാനും നല്ല മോനെ, ഒരു മറുനാടൻ മലയാളിക്ക്, അവർക്ക് തന്നെയല്ല നാട്ടുള്ളവർക്കാണെങ്കിൽ പോലും, ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അവൻ്റെ ഗ്രാമമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല കൊട്ടാരം അവൻ്റെ അപ്പനും അമ്മയും താമസിക്കുന്ന വീടാണ്. ഇത് കേട്ട എൻ്റെ ഭാര്യയ്ക്കൊന്ന് ചോദിച്ച് പെട്ടെന്ന് അവൾ തിരിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ മക്കളോട് പറഞ്ഞു, മോനെ, എനിക്കെന്നല്ല, ഗ്രാമത്തിൻ്റെ സൗന്ദര്യം അതൊന്ന് വേറെയാ മോനെ. നിങ്ങളൊക്കെ പട്ടണങ്ങളിൽ ജനിച്ച് പട്ടണങ്ങൾ വളർന്നതുകൊണ്ട് നിങ്ങളൊക്കെ ഇത് കണ്ട് ഈ പുരോഗമന ചിന്തകളും ചിന്താഗതികളുമുള്ള ഇവരോടൊപ്പം വളർന്നുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെയാണ് എനിക്ക് മോനെ ഇഷ്ടം. പക്ഷേ ഗ്രാമത്തിന് ഒരു സൗന്ദര്യമുണ്ട് മോനെ. ഏത് മനുഷ്യനും അവർ ജനിച്ച് വളർന്ന ആ ഗ്രാമം, അത് എവിടെയാണെങ്കിലും അതിനോളം സുന്ദരമായി മറ്റൊരു സ്ഥലം ഉണ്ടാകില്ല. പോകുന്നെങ്കിൽ എൻ്റെ ആഗ്രഹം, നമുക്ക് നാട്ടിൽ പോകാം മോനെ, അപ്പച്ചനെയും അമ്മച്ചയും കണ്ടിട്ടും വരാം. അമ്മച്ചിയും അപ്പച്ചനും കാണണമെന്ന് പറഞ്ഞാൽ മോൾക്ക് സന്തോഷമായി. അവൾ അതിനോട് ഉടനെ തന്നെ അംഗീകരിച്ചു. ശരിയാ പപ്പ, നമുക്കിപ്പം. പക്ഷെ മകൻ ഒരു പിടി, ഏത് ആൺപിള്ളേർക്കും അമ്മയോടായിരിക്കുമല്ലോ ഇത്തിരി പ്രീതി കൂടുതൽ. പിന്നെയും എൻ്റെ ഭാര്യ ഓടി വന്നു, എൻ്റെ മനുഷ്യനെ, നിങ്ങൾ എത്ര പ്രാവശ്യം നാട്ടിൽ പോയിട്ടുണ്ട്? ഇപ്പം നിങ്ങൾക്ക് പിന്നെയും പിന്നെയും നാട്ടിൽ പോകാൻ എന്തായി കൊതി? ഞാൻ അവളെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ? അവൾ തുടർന്നുകൊണ്ടേയിരുന്നു. അനിയൻ്റെ അടുത്തല്ലേ അപ്പച്ചനും അമ്മച്ചിയും താമസിക്കുന്നത്, അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുകളെല്ലാം ഉണ്ട്. എന്നാലും നിങ്ങൾ എല്ലാ മാസവും 10,000 രൂപ വെച്ച് അപ്പച്ചനും അമ്മച്ചിക്കും അയച്ചു കൊടുക്കും. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ ആവശ്യം പോലും ഇല്ല. എങ്കിലും അവർ ജീവിക്കട്ടെ. പക്ഷെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ മനുഷ്യ, ഈ അപ്പച്ചനും അമ്മച്ചിയും എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എന്തോ തന്നിട്ടുണ്ട്? ന്യായമായ ചോദ്യം അല്ലേ? ഈ അപ്പച്ചനും അമ്മച്ചിയും എൻ്റെ ഭാര്യയ്ക്ക് എന്ത് കൊടുത്തു എന്നുള്ള ചോദ്യം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ അവൾക്ക് കൊടുത്ത ഉത്തരം നിങ്ങൾ ശ്രദ്ധിക്കുക. ശരിയെങ്കിൽ ഒരു അടിക്കുറിപ്പ്. ഞാൻ അവളോട് പറഞ്ഞു, എടി, നിനക്കവർ തന്നത് അവരുടെ സ്വപ്നമാണ്, അവരുടെ ജീവിതമാണ്. വയസ്സാക്കാലത്ത് എന്നെ നോക്കും എന്നുള്ള വിശ്വാസത്തിൽ, അതായത് അവരെ നോക്കും എന്നുള്ള വിശ്വാസത്തിൽ എന്നെ വളർത്തി പഠിപ്പിച്ചു. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച് എന്നെ നല്ല നിലയിലാക്കി കഴിഞ്ഞപ്പം അവരുടെ സ്വപ്നം, അവരുടെ ജീവിതം, അവരുടെ എല്ലാം ഞാനായിരുന്നു. ആ എന്നെയാടി നിനക്ക് തന്നത് അവരുടെ സ്വപ്നം. അവരുടെ സ്വപ്നം മുഴുവൻ ജീവിതകാലം സ്വരൂപിച്ച് കൂട്ടിയ സ്വപ്നങ്ങൾ മൊത്തം ഒരുമിച്ച് നിനക്ക് തന്നില്ലേ? അതിൽ കൂടുതൽ എന്ത് വേണം? സ്വപ്നം പോയി കണ്ണാടിയിലൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് ഒരു ജോക്കോ കളിയാക്കലോ ആയിട്ട് പറഞ്ഞിട്ട് അവൾ പോയി. അപ്പോൾ മോൻ എന്നോട് പിന്നെയും ചോദിച്ച്, എന്തുവാ പപ്പ ഈ ഗ്രാമത്തെ പപ്പായ്ക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെടാൻ എന്താ? അവിടെ എന്താണ് വിശേഷിച്ചുള്ളത്? ഞാൻ പോയിട്ട് എനിക്കൊന്നും കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് കണ്ടില്ലല്ലോ പപ്പ. എടാ മോനെ, അതിരാവിലത്തെ ആ സുപ്രഭാതം, ഗ്രാമത്തിലെ പ്രഭാതം, അന്നത് വേറെ തന്നെയാണ് മോനെ. അവിടുത്തെ ശുദ്ധവായു. പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് മീൻകാരൻ ഒരു വിളിയുണ്ട്, മീൻകാരൻ്റെ വിളി. സൈക്കിളിൽ പുറകെ വെച്ചോണ്ടാണ് മീൻകാരൻ. ഇന്ന് പിക്കപ്പിലൊക്കെ വെച്ച് ഒരു 2 ഹോർണ് വടിച്ച് മത്തി മയില എന്നൊക്കെ പറയുള്ളൂ. പക്ഷെ ആ മീൻകാരൻ്റെ ആ വിളി, ഇതൊക്കെ ഒന്ന് കേട്ട് കഴിയുമ്പോൾ എന്തോ ഒരു രസമാണ് മോനെ. എന്നിട്ട് ഇടവഴികളിലൂടെ ഇറങ്ങി പപ്പ താഴെ കണ്ടത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകും.
അപ്പം മണ്ണ് കൊണ്ട് കെട്ടിയ കയ്യാലകൾ ഇന്നും മോനെ ആ വെള്ളത്തണ്ടുണ്ട്. എന്താ പപ്പായി വെള്ളത്തണ്ട്? അവന് അറിയാനുള്ള ജിജ്ഞാസ ചോദിച്ചു. ഞാൻ പറഞ്ഞ മോനെ, പണ്ട് കാലത്ത് പപ്പായൊക്കെ പഠിച്ചിരുന്ന കാലത്ത് 1 മുതൽ 4-ാം ക്ലാസ് വരെ സ്ലേറ്റ് ആയിരുന്നു കമ്പൽസറി ആയിട്ടുണ്ടായിരുന്നു, കറുത്ത സ്ലേറ്റ്. അതിലാണ് ഈ ഒക്കെ പപ്പ എഴുതിയത്, തറയും പറയും ഒക്കെ. ഇന്ന് നീയൊക്കെ A4 ആപ്പിളും B4 B ഒക്കെ പറയുന്നില്ല. അതൊക്കെ പണ്ട് പപ്പ അതിലാണ് മോനെ പഠിച്ചിരുന്നത്, എഴുതിയിരുന്നതും പഠിച്ചിരുന്നതും. അപ്പം അത് തുടയ്ക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് ഈ വെള്ളത്തണ്ട്. ഈ വെള്ളത്തണ്ട് എവിടെ കിട്ടും മോനെ? കയ്യാലകളിൽ. ഗ്രാമങ്ങൾ ഇന്നത്തെ ഇവിടുത്തെ പോലുള്ള ഈ അടിച്ച് സിമെന്റ് കെട്ടിയതോ അല്ലെങ്കിൽ കല്ലിൽ വാർത്തതോ ഒന്നുമല്ല. ഗ്രാമങ്ങളിൽ മണ്ണ് കൊണ്ടാണ് കയ്യാലകൾ വെട്ടിയത്. മണ്ണ് ചകഞ്ഞെടുത്തിട്ട് അതിൻ്റെ പുല്ലുകളൊക്കെ മറ്റേ ഒറ്റ അടിച്ചത് പതിപ്പിച്ച് കയ്യാല ദീവാൾ ഉണ്ടാക്കും മോനെ. അതൊക്കെ കാണുമ്പോൾ അതിലാണ് ഈ വെള്ളത്തണ്ടുകളൊക്കെ വളർന്നത്. ഈ വെള്ളത്തണ്ടുമൊക്കെ പറിച്ചുകൊണ്ട് പപ്പ ഈ സ്ലേറ്റും ഒക്കെ എടുത്തുകൊണ്ട് ആ ബുക്കും പുസ്തകത്തിലോട്ട് റബ്ബറൊക്കെ ഇട്ട് സ്കൂളിലേക്ക് ഓടിപ്പോകുന്ന നല്ല കാലമൊക്കെ ആ ഇടവഴിയിലൂടെ പോകുമ്പോഴാണ് മോനെ പപ്പ ഓർക്കുന്നത്. അതൊക്കെ കാണാനും കേൾക്കാനും. പിന്നെ മേളിൽ നിന്നോടത്തൊരു കൂട്ടുകാരി ഒരു വിളി, ഓടാ പിള്ളേച്ചോ. അപ്പോൾ അവിടെ നിന്ന് ഓ കൂയ് മോനെ, ഒരു എക്കോ പ്രതിധ്വനിയായിട്ട് അങ്ങ് ദൂരെ അങ്ങുള്ള റബ്ബറിൻ തോട്ടത്തിൽ തട്ടിയിട്ട് തിരിച്ചു വരും ആ ശബ്ദം. അപ്പോൾ അവനവിടെ കേൾക്കും. അങ്ങോട്ട് ഇങ്ങനെ ആ കൂന്നുള്ള വിളി കേൾക്കുമ്പോൾ അതാരാണെന്ന് ശബ്ദത്തിൽ പോലും തിരിച്ചറിയുമായിരുന്നു മോനെ. പോകുമ്പം കാണാൻ കുട്ടിയും കോലും കളിക്കുന്ന താഴെ ആകുമ്പോഴത്തെ കളി തുടങ്ങും. അവധി ദിവസങ്ങളിൽ കുട്ടിയും കോല്, പിന്നെ ഈ തുമ്പി കളി, പിന്നെ എന്തുവല്ല കളികളാണെന്നറിയാം. നാട്ടിൻ പുറത്ത് ഓലപ്പന്ത് കെട്ടിയിട്ട് എറിയ ഒരാൾ, പെൺകുട്ടികളുടെ കല്ല് കൊത്തി കളിക്കുക, അതുപോലെ തന്നെ കല്ലിങ്ങനെ കളം വരച്ചിട്ട് അതിലൂടെ ചാടി നടക്കുക. പ്രായമായവരപ്പുറത്തോട്ട് നോക്കുമ്പം ചീട്ട് കളിക്കുക, ഗുലാം പരിശ്. ആ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം മോനെ. സിറ്റികളിൽ ഒരാളോട് മിണ്ടത്ത് പോലുമില്ല. കണ്ടാൽ ഒരു പരിചയഭാവം നടിച്ചിട്ട് കൂടി വന്നാൽ ഒന്ന് ചിരിച്ചു, അതിൽ കൂടി നിന്നു. പക്ഷെ ഗ്രാമം അതല്ല മോനെ. നമ്മുടെ ആരോ ആണെന്ന് തോന്നും. ഒരു ബീഡി വലിക്കാൻ പോലും അന്നത്തെ കാലത്ത് പേടിയാ. കാരണം ചുറ്റിനും കാണുന്ന ഗ്രാമത്തിലുള്ള ഓരോരുത്തരും അവരുടെയൊക്കെ ആരൊക്കെയായിരുന്നു. അങ്ങനെ മോനെ അന്നത്തെ കാലത്ത് ജീവിച്ചു വന്നത്. ഇന്ന് തൊട്ട് അയൽവക്കത്തുള്ളവരെ സിറ്റിയിൽ അറിയില്ല ആരാണെന്ന്. ഒരു മരണം നടന്നാൽ പോലും ആരും നിൽക്കും, ഒരു ആക്സിഡൻ്റ് ആയാൽ പോലും ആരെങ്കിലും ആ പ്രദേശത്തൊന്നും നിൽക്കുകയില്ല. ഗ്രാമം അതായിരുന്നില്ല. ഒരു മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്നും മോനെ പപ്പായുടെ ഗ്രാമം കഞ്ഞിരുവെന്ന കൊച്ചി ഗ്രാമത്തിൽ ആരും പോകത്തില്ല മോനെ ഡ്യൂട്ടിക്കൊന്നും. അന്ന് ആ വീടിനോട് സഹകരിക്കുകയാണ്. അങ്ങനെയായിരുന്നു മോനെ ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം, ആ ഗ്രാമത്തിൻ്റെ ഭംഗി, അതൊക്കെ എനിക്കൊന്ന് കാണേണ്ടതാണ്. അതൊക്കെ പോയി അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു കാലത്ത് പപ്പായൊക്കെ ഈ നീന്താനൊക്കെ പഠിച്ചത്, ഇന്ന് നീ പറയത്തില്ലേ ഉദയപൂരിലെ നല്ലൊരു തടാകമായ ഫത്തേസാഗർ, അതൊക്കെ പപ്പായെ സംബന്ധിച്ച് പറഞ്ഞാൽ നീന്തി കിടക്കുന്ന വലിയ അത്ഭുതമൊന്നുമല്ല. കണ്ണനാട്ട് കുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ട് മോനെ. അവിടെയാണ് മിക്കവാറും എല്ലാവരും ഈ നീന്തലൊക്കെ പഠിച്ചത്. ഞങ്ങളൊക്കെ അവിടെ പോയാൽ നീന്തലൊക്കെ പഠിച്ചത്. ചാടി ഇറങ്ങുക, നീന്തുക, ഉണ്ടയിടുക, കളിക്കുക, എന്തെല്ലാമായിരുന്നു മോനെ. ഗ്രാമത്തിൽ നിന്ന് പപ്പ പഠിച്ചതൊക്കെ മാത്രമേ ഇവിടെ ഇന്നുള്ളൂ. അതുപോലെ തന്നെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയൊക്കെ സ്നേഹം, അത് വാക്കുകൾക്ക് അതീതമാണ് മോനെ. അതിനെപ്പറ്റി പപ്പ എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അവരുടെ സ്നേഹത്തിന് മുൻപിൽ അപ്പച്ചനും അമ്മച്ചിയും അവരുണ്ടില്ലെങ്കിലും ഉറങ്ങിയില്ലെങ്കിലും മക്കളെയൊക്കെയാണ് മോനെ പഠിപ്പിച്ചത്. അവരുടെ ചെള്ളകളൊക്കെ കുഴിഞ്ഞതൊക്കെ ഉണ്ടല്ലോ, കണ്ണുകളകത്തേക്കൊക്കെ പോയതൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളെ വളർത്താനാണ്. ഇന്ന് പപ്പ കറങ്ങുന്ന കസേരയിലിരുന്നല്ലേ ജോലി ചെയ്യുന്നത്, എയർ കണ്ടീഷൻ റൂമിലല്ലേ ഇരിക്കുന്നത്. അതൊക്കെ അപ്പം അവരുടെ ഒരു നാളത്തെ കഷ്ടപ്പാടിൻ്റെ ദാനമാണ് മോനെ. അതൊക്കെ ഓർക്കാതിരുന്നാൽ, നന്ദി കാണിക്കാതിരുന്നാൽ വരും കാലത്ത് ഈ പപ്പായി ഒരു പക്ഷെങ്കിൽ അപ്പച്ചനാകും. അന്ന് നീ ഓർക്കും. പപ്പായി ഇപ്പം ഗ്രാമത്തിലൊക്കെ ചെല്ലുമ്പോൾ സൈക്കിൾ ഓടിച്ചു പോയ കൊച്ചു ഇടവഴികളൊക്കെ ഇന്നും അങ്ങനെ തന്നെയുണ്ട് മോനെ. അങ്ങനെ തന്നെ ആ ഇടവഴികൾ സൈക്കിൾ കയറ്റം പഠിക്കാൻ ഒരു കൂട്ടുകാരൻ പിടിച്ചുകൊണ്ട് പോകും. സൈക്കിളിൽ ഓടിപ്പോവും, ചവിട്ടി പോവും. ഒരു സൈഡിൽ നിന്നാണ് ചവിട്ടുന്നത്, നേരെ മേളിൽ കയറി നിന്ന് ചവിട്ടത്തില്ല, ബാറിൻ്റെ അവിടെ നിൽക്കത്തില്ല. ഒരു സൈഡിൽ ഇടത്ത് കാലയോടെ അങ്ങോട്ട് പടലിൽ ചവിട്ടി പിടിച്ചൊരു പോക്കൊക്കെ ഉണ്ട്. അതൊക്കെ ഗ്രാമത്തിൻ്റെ വീതികളിലൂടെ പോകുമ്പോൾ പരസ്പരം സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ഗ്രാമം. കാര്യം കാണുന്നവർ പരസ്പരം ചോദിക്കടാ നീ വല്ലതും കഴിച്ചോ. എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മമാർ, വിശേഷിച്ച് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു പന്നിക്കണ്ടത്തിൽ ശശി, പേരെടുത്ത് പറയുന്നുണ്ട് എനിക്കൊരു ചേരും. അവരുടെ അമ്മ, അവരുടെ മകൻ ശശിക്ക് വെക്കുന്ന ആഹാരത്തോടൊപ്പം എനിക്ക് ഒരു പങ്ക് തരുമായിരുന്നു മോനെ. അതുപോലെ തന്നെ ആഞ്ഞിൽത്താനത്ത് ഒരിക്കലൊരു കൂട്ടുകൊണ്ടായിരുന്നു പച്ചംകുളം തമ്പിയുടെ അമ്മ
അവരൊക്കെ എന്നെ സ്നേഹിച്ചത് സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിച്ചവരൊക്കെ മോനെ. ഇതൊക്കെ കാണണമെങ്കിൽ അവരൊക്കെ ഒരു പ്രാവശ്യം കൂടി കണ്ണുകൊണ്ട് കാണാനുള്ള ഒരു ജിജ്ഞാസ. അതുകൊണ്ടാണ് മോനെ പപ്പായ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം മക്കൾ സമ്മതിച്ചു, നമുക്ക് പോകാം. ഞാൻ മോളോട് പറഞ്ഞു, എടി മോളെ നീ എന്നാലും ഓൺലൈനിൽ ഒന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തേര് എന്ന് പറഞ്ഞപ്പം അടുക്കളയിൽ നിന്ന് അവളും വിളിച്ച് പറയുന്നത് ഞാൻ കേട്ട്, എൻ്റെ കൂടെ പേര് എഴുതിക്കോ, ഞാനും വരുന്നു നാട്ടിലേക്ക്. ഞാൻ ഓർക്കുകയായിരുന്നു, നാട്, സ്വന്തം നാട് ഏത് മനുഷ്യനും ആർക്കും 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 അവിടെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലം, അവരുടെ പിക്നിക് സ്പോട്ട് സ്വന്തം നാടാണ്. അവരിഷ്ടപ്പെടുന്ന കൊട്ടാരം അവരുടെ അപ്പനും അമ്മയും താമസിക്കുന്ന സ്ഥലമാണ്. അതിന് മാറ്റിവെക്കാനായിട്ട് മറ്റൊരു സ്ഥലം ഒരിക്കലും ഉണ്ടാകില്ല, ഉണ്ടാകാനൊട്ട് പോകുന്നുമില്ല. ഞാൻ മുല്ലത്തരം ഡാലി മുക്കാഞ്ചിരം അഥവാ സോമൻ, ഭോപ്പാൽപുര.